നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മളോട് നമ്മുടെ വാട്സപ്പ് നമ്പർ പലതരത്തിലുള്ള ആൾക്കാർ പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളോട് ചോദിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഇൻസ്റ്റഗ്രാം, മെസ്സഞ്ചർ, ഫേസ്ബുക്ക് എന്നിങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും നമ്മുടെ പഴയ കൂട്ടുകാരോ മറ്റും നമ്മുടെ പ്രൊഫൈൽ കണ്ട് അതിൻ്റെ വാട്സപ്പ് നമ്പർ ഒന്ന് തരൂ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പഠനാവശ്യങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് അയക്കാനോ മറ്റോ, അല്ലെങ്കിൽ ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മളെ ആഡ് ചെയ്യാനോ മറ്റോ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മളോട് ചോദിക്കാറുണ്ട്. അങ്ങനെ നമ്മളോട് നമ്പർ ചോദിക്കുമ്പോൾ നമ്മൾ നമ്പർ അയച്ചു കൊടുക്കും. നേരിൽ ചോദിക്കുന്നവരോടാണെങ്കിൽ നമ്മൾ നമ്പർ പറഞ്ഞു കൊടുക്കുകയും അവർ അത് സേവ് ചെയ്യുകയും ചെയ്യും. എന്നാൽ സേവ് ചെയ്യാനായിട്ട് ചിലപ്പോൾ സമയമെടുക്കും. ചിലപ്പോൾ സേവ് ചെയ്യുമ്പോൾ നമ്മളുടെ നമ്പർ അവരിൽ കാണിക്കില്ല, ഇൻവൈറ്റ് എന്ന് കാണിക്കും. ചിലപ്പോൾ ചില കോഡുകളൊക്കെ അടിച്ചു കൊടുത്താൽ മാത്രമേ നമ്മളുടെ നമ്പർ കറക്റ്റായിട്ട് വാട്സപ്പിൽ കാണിക്കുകയുള്ളൂ. എന്നാൽ നമ്മൾ ഇന്ന് നോക്കുന്ന ഒരു കിടുക്കാച്ചി ട്രിക്ക് വഴി നമ്മളായി ഇങ്ങനെ നമ്പർ അയച്ചു കൊടുത്താൽ ഉടനടി അവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ സേവ് ചെയ്യാനായിട്ട് കഴിയും. പെട്ടെന്ന് തന്നെ നമുക്കുമായിട്ട് വളരെ സ്പീഡിൽ ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തായി നമ്മൾ നമ്മളുടെ വാട്സപ്പിൽ പോയതിന് ശേഷം ആർക്കാണോ നമ്മളുടെ വാട്സപ്പ് നമ്പർ അയച്ചു കൊടുക്കേണ്ടത് അവരെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ആ പ്രൊഫൈൽ ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ മെസ്സേജ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി, HTTPS. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒരു 2 കുത്ത്, അതിന് കൊളോൺ എന്നാണ് പറയുക, കൊളോൺ. അതിനുശേഷം നമുക്കിവിടെ 2 സ്ലാഷ് ഇട്ട് കൊടുക്കാം. സ്ലാഷ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ WA.ME എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാം ഓപ്പൺ വാട്സപ്പ്, ആ ലിങ്ക് ക്രിയേറ്റ് ആയി വരുന്നത് നമുക്ക് കാണാം. അതിനുശേഷം നമ്മൾ ഏത് കൺട്രിയിലാണോ അവിടുത്തെ കൺട്രി കോഡ് അടിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ഇന്ത്യയിലാണ് അയച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ കൺട്രി കോഡ് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഏത് രാജ്യത്താണ് അതിൻ്റെ കൺട്രി കോഡ് എന്തായാലും നിങ്ങൾക്ക് അറിയായിരിക്കാം, വാട്സപ്പിനോട് കൂടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ട് ജസ്റ്റ് വാട്സപ്പ് വഴി നമുക്ക് അയച്ചു കൊടുക്കാം. അതേപോലെ തന്നെ നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം എന്നിവ വഴി നമ്മളോട് നമ്മളുടെ വാട്സപ്പ് നമ്പർ ചോദിക്കുന്നവർക്ക് ഈ രീതിയിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ നമ്മളുമായിട്ട് ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ വാട്സപ്പ് ആഡ് ടു കോൺടാക്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ അവർക്ക് കിട്ടുകയും പെട്ടെന്ന് തന്നെ അവർക്ക് നമ്മളുടെ കോൺടാക്ട്സ് സേവ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്പീഡിൽ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് സാധിക്കുമെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം എന്നിവയിലൊക്കെ നമ്മൾ വാട്സപ്പ് നമ്പർ നമ്മൾ മെൻഷൻ ചെയ്യും. അപ്പോൾ ആ സ്ഥാനത്ത് ഇങ്ങനെ ഈ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സ്പീഡിൽ അവർക്ക് നമ്പർ സേവ് ചെയ്യാനും, ചിലവരുടെ ഫോണിലൊക്കെ നമുക്കറിയാം നമ്മൾ വാട്സപ്പ് നമ്പർ നമ്മൾ പറഞ്ഞു കൊടുക്കുക, അവർ സേവ് ചെയ്യുമ്പോൾ നമ്മുടെ നമ്പർ അതിൽ കാണിക്കില്ല. ചിലപ്പോൾ 00 എന്നൊക്കെ ടൈപ്പ് ചെയ്യേണ്ടി വരും ചിലവരുടെ ഫോണിൽ, ചിലവരുടെ +91 എന്നൊക്കെ ടൈപ്പ് ചെയ്യേണ്ടി വരുന്നു. ചിലപ്പോൾ ചില ഫോണുകളിൽ എന്ത് ചെയ്താലും വാട്സപ്പ് നമ്പർ കാണിക്കാത്ത ഒരവസ്ഥയുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്പീഡിലായി അത് സേവ് ചെയ്യാനായിട്ട് ആ പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് കൂടെ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഇത് സെൻഡ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും വാട്സപ്പിൻ്റെ ഒരു ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിങ്കിലൊന്ന് ജസ്റ്റ് അവർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് ചാറ്റ് വിത്ത് ആഡ് ടു കോൺടാക്ട്സ് എന്നുള്ളത് ജസ്റ്റ് ചാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എൻ്റെ മറ്റൊരു വാട്സപ്പ് കൂടെ ഓപ്പണായി. അതിനിപ്പോൾ വളരെ സ്പീഡിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു.